ഞാനിത് മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്തത് സാധാരണ വിരൽ കൊണ്ടല്ല, ഞാൻ വാട്ടർ ജെറ്റ്, അതിനെ പറ്റി ഞാൻ പറയുന്നില്ല, എന്തോട്ടെ. അങ്ങനെ ഒരു 9th എത്തുമ്പോഴാണ് ഞാൻ സെക്സ് എന്നുള്ള ഒരു കാര്യം, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് എന്നുള്ള ഒരു ചിന്തയ്ക്ക് എനിക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ എന്റെ ഇവിടെ ഈ ഏരിയ കുറച്ച് ലൈറ്റ്, ഒരു ഡാർക്ക്, മീൻസ് ഞാൻ ഒരു ഇരുനിറമുള്ള ആളാണ്. പിന്നെ ഈ ഏരിയ പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഡാർക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കരിവാളിച്ചു പോയതായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞതോടുകൂടി എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ആയി. ഇത് പൊതുവേ ഈ ഏരിയ എല്ലാവർക്കും ലൈറ്റർ ഷെയ്ഡ് ആണ്. ഇപ്പൊ വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പിങ്കിഷ്, അല്ലെങ്കിൽ ഇരുനിറക്കാർക്ക് ഡാർക്ക് ബ്ലാക്ക് ഒക്കെ ആയിരിക്കും. അപ്പൊ എനിക്കറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇനി ഞാൻ കല്യാണത്തിനെ പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവനവന്റെ ബോഡി അവനവന്റെ ഭർത്താവിനുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ ഭയങ്കര പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കല്യാണത്തിലേക്ക് ചെന്നത്. പക്ഷെ എന്റെ പാർട്ട്ണർ നല്ലൊരു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് എന്റെ ഹസ്ബൻഡ്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഇന്റിമേറ്റ് ആയി. പക്ഷെ എനിക്ക് ഇങ്ങനെ ഓപ്പൺ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ 7 മാസം ഞങ്ങള് നിക്കാഹ് ഫസ്റ്റ് ചെയ്തു, അതായത് കല്യാണം തന്നെ. പക്ഷെ ഞങ്ങള് 7 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മാരീഡ് ലൈഫിലേക്ക് കടക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പാർട്ട്ണറോട് പറഞ്ഞു. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തപ്പോ മൂപ്പർക്ക് പ്രശ്നമൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്നോട് പറഞ്ഞത് വക്ക നോർമൽ, ഒരു പ്രശ്നമില്ല, ഇങ്ങനെ കൺസേൺ ആവണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, അങ്ങനെ സ്ക്വേർട്ടിംഗ് എന്നുള്ള സംഗതി ഉണ്ട്, ഫീമെയിൽ ഇജാക്കുലേഷൻ ആണ്, അതൊക്കെ നിനക്ക് ട്രൈ ചെയ്തൂടെ, അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറും മിത്താണ്, അതൊക്കെ ആരൊക്കെ പറയുന്നതാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഞാൻ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ എന്റെ ബോഡിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. എന്റെ പ്രസവമൊക്കെ എനിക്ക് കംഫർട്ടബിളി ഞാൻ പ്രസവിച്ചു, എല്ലാവരും പറഞ്ഞ പോലെ ഒന്നും അല്ലാതെ സിമ്പിൾ ആയിട്ട്. അപ്പൊ എനിക്ക് എന്നെ പറ്റി ഭയങ്കര കോൺഫിഡൻസ് ആയി, എന്റെ ബോഡിനെ പറ്റി എനിക്ക് ഭയങ്കര മതിപ്പായി. അങ്ങനെ ഇരിക്കെ ഞാൻ സ്ക്വേർട്ടിങ് പ്രാക്ടീസ് ചെയ്തു. ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് ആണ് ചെയ്തത്. അപ്പൊ എനിക്കത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയി എന്റെ ലൈഫിൽ, ഭയങ്കര. പിന്നെ അതിനുശേഷം എനിക്കൊരിക്കലും ഞങ്ങളെ സെക്സ് ലൈഫിന്റെ ഇടയിൽ ഡ്രൈ ആയി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇതൊന്നും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷെ എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാല്, അത് എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമാണ്. ഞങ്ങളുടെ പ്രണയത്തിനെ അത് കൂടുതൽ ഇന്റിമേറ്റ് ആക്കി. 8 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴും ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന അതേ സന്തോഷമാണ് എനിക്കുള്ളത്. അതേപോലെ തന്നെ പറയാനുള്ളത്, എനിക്ക് ഹൈമൻ എന്ന് പറയുന്ന നമ്മളെ കന്യാചർമ്മം, അത് എനിക്ക് ഇല്ലായിരുന്നു എന്ന് മനസ്സിലാവും. എന്താന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് സൈക്കിൾ ചെയ്യും, ഞാൻ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ആളാണ്. അപ്പോൾ എനിക്കത് ഓൾമോസ്റ്റ് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് ഇന്റർകോഴ്സിൽ ഈ പറഞ്ഞിട്ടുള്ള വലിയ ഈ ഡ്രാമ, ബ്ലീഡിങ്, പെയിൻ, അതൊന്നും എനിക്കില്ലായിരുന്നു. ചെറിയ രീതിയിലുള്ള ഒരു പെയിൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഞാൻ എന്റെ പാർട്ട്ണറുടെ കൂടെ തന്നെയാണ്, ഞാൻ വിർജിൻ ആയിരുന്നു. അപ്പൊ 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 അതൊന്നും എന്റെ ഹസ്ബൻഡ് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. നേരെ മറിച്ചിട്ട് വേറൊരാളായിരുന്നെങ്കിൽ അവർ ഇത് പറയുകയും എന്നെ പറ്റിയിട്ട് അപവാദങ്ങൾ പറയാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. കുറെ ആണുങ്ങളുടെ ഒരു ഫാന്റസിയാണ് ഒരു പെണ്ണിന്റെ വിർജിനിറ്റി ബ്രേക്ക് ചെയ്യുമ്പോൾ അവള് ബ്ലീഡ് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പൊ ഞാന് മെന്റലി ആൻഡ് ഫിസിക്കലി ഞാൻ വിർജിൻ ആയിട്ട് തന്നെ ചെന്നത്. പക്ഷെ അപ്പോഴും ഞാൻ എപ്പോ വേണമെങ്കിലും ഇന്നെ ഒരു കൾപ്രിറ്റ് ആക്കാവുന്ന ഒരു സിറ്റുവേഷനിലുള്ള സൊസൈറ്റിയിലാണ്. അപ്പൊ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എന്റെ പാർട്ട്ണറോടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഒരുപാട് ഇൻസെക്യൂരിറ്റീസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ ഇത്രയും പോസിറ്റീവായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്റെ പാർട്ട്ണർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളായതുകൊണ്ടാണ്. അപ്പോ ഞാൻ പറയുന്നത്, അവര് നിങ്ങൾ എന്നൊന്നും പറയാതെ നമ്മൾ എല്ലാവരും ഇതിന്റെ വിക്ടിംസ് ആണ്. എല്ലാവരും നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാം, മാസ്റ്റർബേഷൻ ഞാനും ആദ്യമായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം, അപ്പൊ ഞാൻ പഠിച്ചത് കുറച്ചൊരു കോൺവെന്റ് അങ്ങനത്തെ ഒരു സ്കൂളിലാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് തരും. എന്നിട്ട് അവർ പറയുന്നത് മാസ്റ്റർബേഷൻ പാപമാണെന്നൊക്കെയാണ്. അപ്പൊ ഞാനും വിചാരിച്ചായിരുന്നു ഞാൻ കുറച്ചു കാലം ഞാൻ ഭയങ്കര പാപിയാണെന്ന്. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നെ ഭയങ്കര ടെൻഷൻ ആയിപ്പോയി, കാരണം ഞാൻ എന്തോ പാപം ചെയ്തല്ലോ. കാരണം പാപബോധം അങ്ങനത്തെ ഒരു സാധനം അതങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ സൈക്കോളജിക്കലി നമുക്ക് അങ്ങനെ ഒരു സാധനം വർക്ക് ചെയ്യുമല്ലോ. പിന്നെ ആ ഒരു പ്രായമാണ് 7ാം ക്ലാസ് 8ാം ക്ലാസ്, ആ ഒരു പ്രായമാണ്. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു മെന്റൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല, ഭയങ്കര എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സമയത്ത് ഞാൻ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ട്. കാരണം പാപം ചെയ്തല്ലോ, പാപിയായല്ലോ, മാസ്റ്റർബേറ്റ് ചെയ്തല്ലോ. പിന്നെ ആ ഒരു സാധനമൊക്കെ മാറിയെടുക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നു. ഇത് തന്നെ ഇതേപോലത്തെ പ്രശ്നം ഇപ്പൊ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്. കാരണം ആമ്പിള്ളേരോട് ഇത് തന്നെയാണ് പറയുന്നത് മാസ്റ്റർബേറ്റ് ചെയ്ത് പാപമാണെന്ന്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ തുറന്നു പറഞ്ഞ് ഇതൊക്കെ നോർമൽ ആയിട്ട് എടുക്കാനായിട്ട് എത്രയോ സമയം എടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്.
അതെ, ഇതിപ്പം പാപമാണെന്ന് മുമ്പ് മനസ്സിലാക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ലേനു. അതാണ് രസം. ലൈക്ക് ഇപ്പോഴാണല്ലോ ഇതിനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി അറിയാത്ത കുറെ പേര് ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ അത് എങ്ങനെയാ ചെയ്യുക കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ചിലർ വിചാരം അത് മെന്നിന് മാത്രമേ മാസ്റ്റർബേഷൻ ഉള്ളൂ, നമുക്ക് വഫ, ഞാനിത് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഒരു സ്റ്റോറി അത് തുടങ്ങുമ്പോ വരണം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഇട്ടതെന്നും എന്താണ് അതിന് പിന്നിലുള്ള സ്റ്റോറി എന്നും പറഞ്ഞു വന്നപ്പോ ഞാനത് പറഞ്ഞായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് 2015-16 FB എടുത്ത് ഈ ആൻഡ്രോയിഡ് ഫോൺ കിട്ടി, അതിലൂടെയാണ് ഇതിലേക്കൊക്കെ എത്തുന്നത്. അപ്പോ കാണുമ്പോഴാണ് ഇത് സാധ്യമാകുമെന്നും ഈ വൈബ്രേറ്ററിനെ കുറിച്ചിട്ടും മാസ്റ്റർബേഷനെ കുറിച്ചിട്ടും ഒക്കെ അറിയുന്നതും ഡോക്ടറോട് പോയി ചോദിക്കുന്നതും ഡോക്ടർ ഉപദേശം തരുന്നതും എന്ന് തുടങ്ങി അങ്ങനെ എന്റെ 33-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഈ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ ട്രൈ ചെയ്യുന്നത്. വീണ്ടും മാസങ്ങളോളം അപ്പോ 2 ദിവസം നോക്കും, എനിക്ക് ഒരു തേങ്ങയും വരുന്നില്ല. അപ്പൊ ഞാൻ ഡോക്ടറോട് വീണ്ടും പോയി ചോദിക്കും, എനിക്കിനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് എന്റെ ബോഡിനെ കുറിച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷൻ, ഇനി ഞാൻ വല്ല അസെക്ഷൽ ആയിട്ടുള്ള ജീവിയാണോ, ഇനി എനിക്കിതൊന്നും സാധ്യമാവില്ലാത്തതാണോ എന്ന് തുടങ്ങി ഭയങ്കര ടെൻഷൻ. എന്നിട്ട് പിന്നെ ഡോക്ടർ അത് അങ്ങനെയല്ല അശ്വത്, നമ്മൾ തന്നെ കുറേ നാൾ ട്രൈ ചെയ്യുന്ന, അപ്പൊ അത് നമുക്ക് ഒരു പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അപ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നിട്ടല്ല ആ കഥ വായിക്കൂ ഈ കഥ വായിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരോടും പറയില്ല, ഈ പറയാവേ. എനിക്ക് സത്യത്തിൽ തെറി പറയുന്നത് കേൾക്കുന്നതോ, ഞാൻ തെറി പറയാറോ ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് എന്നെ അടിച്ചാൽ പോലും എനിക്ക് അത്രയും വിഷമമില്ല, പക്ഷെ മുഖത്ത് നോക്കി തെറി പറയുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോ നോർമലി ഞാൻ സംസാരിക്കുമ്പോൾ ഇതൊന്നും ഇത്തരം വേർഡുകളൊന്നും വരില്ല എന്നറിയാവുന്നത് കൊണ്ട് അപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു, കമ്പിക്കഥ വായിക്കുമ്പോൾ അതിനകത്ത് തെറി ഉണ്ടാവും, ആശയ്ക്ക് ബുദ്ധിമുട്ടാവും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോറികൾ സ്കിപ്പ് ചെയ്യുക, അപ്പോൾ സംസാരങ്ങളൊന്നുമില്ലാത്ത കഥ എടുത്ത് വായിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് എനിക്ക് മറ്റുള്ള കഥകളൊന്നും വായിച്ചിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ, ഇനി എന്ത് കോപ്പയിലാവട്ടെ മറ്റത് എടുക്കാന്ന് പറഞ്ഞിട്ട് തെറി ഒക്കെ വരുന്ന കോൺവെർസേഷൻ ഉള്ളത് ഞാനിങ്ങനെ നോക്കി. അപ്പൊ അത് എടുത്ത് വായിച്ചപ്പോ ഞാൻ പറയട്ടെ, ആരോടും പറയണ്ട കേട്ടോ, എനിക്ക് ആ തെറിയുള്ള സ്റ്റോറി ഒക്കെ വായിച്ചപ്പോഴാണ് ഓക്കെ ആ തെറിയുള്ള സ്റ്റോറി ഒക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് തലയിലൊക്കെ ഒരു മിന്നാമിനിയൊക്കെ കത്താൻ തുടങ്ങിയത്. ആഹാ, അപ്പൊ ഇതാണോ ക്ലിക്ക് ആവുന്നത് എന്നുള്ള രീതിയിൽ വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് മാസ്റ്റർബേഷൻ എന്റെ 33-ാമത്തെ വയസ്സിൽ സാധ്യമാവുന്നത് ആ തെറിയുള്ള സ്റ്റോറി വായിച്ചിട്ടാണ്. എന്തായിരിക്കും അതിന്റെ ഒരു ഇത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? തെറി മീൻസ് എന്ത് കൈൻഡ് ഓഫ് തെറി? ലൈക്ക് ഒരു പെണ്ണു ആണോ ഇരിക്കുമ്പോ അങ്ങനെ പറയുന്നതോ? അതായത് അവരുടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, അതായത് എന്താ പറയാ, ഇപ്പൊ ഈശ്വര അതൊക്കെ ഇവിടെ നിന്ന് പറയാൻ പറ്റും. ഓക്കെ, അവയവങ്ങളെ കുറിച്ചിട്ട് വളരെ സിമ്പിൾ ആണ് ആശ. നിങ്ങളുടെ താല്പര്യങ്ങൾ ആ രീതിയിലേക്ക് ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അതില് സംതൃപ്തി നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തലത്തിലേക്കും കൂടിയും എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതായത് മറ്റൊരു അതിന് മോശമായ വശങ്ങളൊന്നുമില്ല, നല്ല വശങ്ങൾ തന്നെ ഉള്ളൂ. ഓക്കെ, നമ്മുടെ വജീനിനും പീനസിനും ഒക്കെ തെറി വേർഡ് ഉപയോഗിച്ചിട്ട് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, അത് നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അത് നമുക്ക് തെറിയായിട്ട് നമ്മൾ ശീലിച്ചത് കൊണ്ടല്ലേ. അതായത് ഇപ്പൊ വജൈന അല്ലെങ്കിൽ പെനസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് തെറിയാവുന്നത്, അതിന്റെ മലയാളം എങ്ങനെയാണ് തെറി, അത് തെറിയല്ല. ഞാൻ തെറിയെന്ന് വിചാരിച്ചപ്പോ പട്ടി തെണ്ടി അതായിട്ട് അല്ല, എനിക്കത് പറഞ്ഞപ്പോഴേ മനസ്സിലായത്. ഇപ്പൊ ഇത് ഇപ്പൊ വജൈനെ അല്ലെങ്കിൽ വജൈനെ പറ്റി പറയും. ഇപ്പൊ അയ്യോ, അതിന്റെ സംസ്കൃത മലയാളം ഉണ്ടല്ലോ, വജൈന എന്നുള്ളതിന്റെ യോനി, അതിനെ പച്ച മലയാളത്തിൽ നമ്മൾ പറയുന്നു. അത് തെറിയല്ലല്ലോ, അത് സാധാ ഒരു വാക്കല്ലേ, കൈ കാലെന്ന് പറയുന്ന പോലെ തന്നെയല്ലേ, അല്ലാതെ അത് തെറിയല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പോഴും ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അലീന വജീന എന്നോ യോനിന്നോ ഒന്നും അല്ല അവിടെ എഴുതുക. നമ്മളെ ഈ സ്ത്രീകളെയൊക്കെ തെറി വിളിക്കാൻ ഉപയോഗിക്കുമ്പോ പുരുഷന്മാര് പറയുന്ന കുറെ വേർഡുകളില്ലേ, ഇനി മനസ്സിലായ ചേച്ചി, അതായത് കാലങ്ങളായിട്ടുള്ള സോഷ്യൽ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. അത് വേണമെങ്കിൽ തെറി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെർമിനോളജി ആയിട്ട് പിന്നെ അല്ല കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മളതിന് കൂടുതൽ അക്വൈന്റഡ് ആകുമ്പോ നമുക്കത് നോർമൽ ആവുമെങ്കിൽ കൂടെ അല്ല, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് നോർമലി നമ്മളോട് നമ്മുടെ പോസ്റ്റിനകത്തൊക്കെ വന്നിട്ട് അത്തരം വേർഡുകളൊക്കെ യൂസ് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യൂലോ. അതല്ല ചേച്ചി, എനിക്ക് ചോദിക്കാം, അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ അതെന്തോ പബ്ലിക്കായിട്ട് പറയാത്തേന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മള്
അത് നമ്മളെ അതൊരു സ്റ്റിഗ്മയാണ്, ഒരു പ്രശ്നമാണത്. പക്ഷെ ആ കുട്ടി ഇതൊക്കെ പച്ചയ്ക്ക് തുറന്ന് എഴുതുന്നുണ്ട്. കാരണം നമ്മൾക്ക് പലപ്പോഴും ഇപ്പൊ എസ് വലിയ 2 പേജ് 3 പേജ് എസ് എഴുതിയാലും ഇപ്പോഴും ആ വാക്കൊന്ന് പബ്ലിക്കായിട്ട് പറയാൻ നമ്മുടെ മുട്ട് സത്യം വിറയ്ക്കും. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളോട് ഇപ്പൊ സാധാരണ ഇപ്പൊ ഞാനൊക്കെ ഇത്തരം വിഷയങ്ങൾ എഴുതുമ്പോ, അതായത് പൊതുബോധത്തിന് ഓപ്പോസിറ്റ് എന്ന് എഴുതുമ്പോ അതിന് താഴെ വന്നിട്ട് നിനക്ക് എന്തിന്റെ പൂ ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ തെറി വിളിക്കുമ്പോ ഭയങ്കര സങ്കടം വരും. ആ കമന്റ് മറ്റാരും വായിക്കുന്നതിന് മുന്നേ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു സ്വഭാവമൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കുറവുണ്ട്. അപ്പോ ആ സമയത്ത് ആ തെറിയെ ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വായിച്ച് എന്റെ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു ഏരിയ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലൂടെ ഈ തെറി വരുമ്പോ അപ്പൊ എനിക്കൊരു കുഴപ്പമില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നത് അതാണ്. കാരണം എന്താന്ന് വെച്ചാൽ അതൊരു തെറിയല്ല. കാരണം നമ്മൾ സെക്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അത് പിന്നെ കാൽപ്പനികവൽക്കരിച്ച യോനി അല്ലെങ്കിൽ ഇതൊന്നും അത് നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത വാക്കുകളായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നൂല്ല. കാരണം അതിലൂടെയാണ് നമ്മൾ സെക്സ് ആസ്വദിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് പറയുന്നത്. പിന്നെ അത് എന്ന് പറഞ്ഞാൽ തെറിയായിട്ട് ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിച്ചു പോയത് കൊണ്ടാണ്. അതിപ്പോ ഞാൻ ഈ പറഞ്ഞ മാത്രം എടുക്കും. അതൊന്ന് പറഞ്ഞോട്ടെ. അത് ഈ പറഞ്ഞ വാക്കുകളെല്ലാം വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പുസി ബോൾസ് എന്ന് പറയുന്നതും വളരെ ഇൻഫോർമൽ ആണ്. നമ്മള് വേദികളിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പൊ അത് ഉപയോഗിക്കുന്നത് വലിയ പ്രോഗ്രസീവ്നെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് മലയാളത്തിൽ അതിന് വാക്കുകളുണ്ട്, നമ്മൾ നോർമലി ഉപയോഗിക്കുന്നില്ല എന്ന് കൊണ്ട് അത് അങ്ങനെ പോകുന്നതാണ്. ഇൻഫോർമൽ ആയിട്ടുള്ള പദങ്ങൾ അങ്ങനെ ഒരു ഭയങ്കര പ്രോഗ്രസീവ്നെസ് ആയിട്ട് കാണിച്ച് പറയുന്നതിനോടും അല്ല. എനിക്ക് ചോദിക്കാനുള്ളത് ഏതാണ് ആ മലയാള പദം എന്നാണ്. അതായത് നമുക്കിതിനെ ഫോർമൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മലയാള പദം ഏതാണ്? സംസ്കൃതം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ മലയാളത്തില് യോനി പ്രശ്നം എന്ന് പറയും. അത് നമ്മള് കുറെ വാക്കുകളൊക്കെ നമ്മൾ തമിഴിൽ നിന്നും സാൻസ്ക്രിറ്റിൽ നിന്നും ഹിന്ദിയിൽ നിന്നും അറബിക്കിൽ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്തതാണ്. മലയാളം ഈസ് നോട്ട് എ കംപ്ലീറ്റ് ലാംഗ്വേജ് ഓർ പെർഫെക്റ്റ് ലാംഗ്വേജ്. ഇപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്കിപ്പോ സ്വിച്ചിന് മലയാളം വൈദ്യുത നിയന്ത്രണ ഗമന ആഗമന നിയന്ത്രണ യന്ത്രം അങ്ങനെ എന്തോ ആണ്. അതെ, എക്സാക്ട്ലി. അപ്പോ ഇൻഫോർമൽ ആയിട്ടുള്ള പദങ്ങള് ഇപ്പൊ നമ്മളെ എത്ര ആണെന്ന് പറഞ്ഞാലും പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത് പേഴ്സണൽ കാര്യമല്ലേ? എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഓരോ വാക്കിനും ഒരു ഹിസ്റ്ററി ഉണ്ട്, എറ്റിമോളജി ഉണ്ട്. പണ്ട് ഒരു വാക്കിന്റെ അർത്ഥമല്ല ഒരു 10 വർഷം കഴിഞ്ഞാൽ അടിപൊളി അല്ലെങ്കിൽ വാ പോവാം അങ്ങനത്തെ പദങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആണ്. ഇപ്പൊ എനിക്ക് എന്നാൽ പൊതുവേ ഈ ഡെറിഗേറ്ററി ആയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ പറയുന്ന വാക്കാണെങ്കിൽ പോർ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള വാക്കുകൾ എനിക്ക് പൊതുവേ നമ്മൾ ഈ യൂട്യൂബിലെ ടൈറ്റിലുകളിൽ ഡെറിഗേറ്ററി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് എന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്റെ അവയവത്തിന് അങ്ങനെ പറയുന്നത് എനിക്ക് അസ്വസ്ഥത ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറുടെ അപ്പൊ ഞാൻ വേറെ ഏതോ തരത്തിലുള്ള ജീവിയാണെന്ന് അല്ല, തോന്നുന്നു കേട്ടോ. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എന്തോ ചെയ്തു ഞാൻ എനിക്കറിയാം എന്റെ പാട്ടുകൾ ഇന്നതാണ് എന്നുള്ളത് എനിക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അറിയാം, ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. ഈ പദങ്ങൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഇന്ന പാട്ടുകൾ ഇന്നതാണ്. അതിപ്പോ ലേബിയ, മെജോറ, ലാബിയ, മൈനോറ, ക്ലിറ്റോറിസ്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തരം പാർട്സ് ആയിട്ട് നമ്മൾ പഠിക്കും, പേരുകൾ ഉള്ളതുകൊണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാള പദങ്ങൾ ഉണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പോൾ ഞാൻ പക്ഷെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞാനും എന്റെ പാർട്ട്ണറും ഇന്നതിന് നമുക്ക് ഇന്നത് വിളിക്കാം, ഇന്നതിന് നമുക്ക് ഇന്നത് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കോഡുണ്ട്. കോഡല്ല, ഒരു വേർഡ്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് എനിക്കത് കൂടുതൽ കംഫർട്ടബിൾ ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട. പക്ഷെ ഇത് പച്ചക്ക് പറയുന്നത് പ്രോഗ്രസീവ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും ഇത് കോമൺ ആയിട്ടുള്ള പച്ചക്ക് പറയുന്നത് പ്രോഗ്രസീവ് ആയതുകൊണ്ട് പൊളിറ്റിക്സ് ആണ്. പച്ചക്ക് പറയാന്നുള്ളത് ഒരു പൊളിറ്റിക്സ് ആണ്. അത് നേരാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഇത്രയും സ്ത്രീകൾ ഇത്രയും നേരെ വരുന്ന ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതായത് സെക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, മാസ്റ്റർബേഷനെ നമ്മൾ ക്ലിറ്റോറിസ് എന്ന് ഉപയോഗിച്ചു, നമ്മൾ ഓർഗാസം എന്ന് ഉപയോഗിച്ചു, നമ്മൾ വജൈന എന്ന് ഉപയോഗിച്ചു. ഇപ്പോഴും നമുക്കതിന്റെ മലയാളം പറയാം, യോനി എന്നുള്ള വാക്കുപോലും നമ്മൾ ഇവിടെ പറഞ്ഞത് എത്ര നേരത്തിന് ശേഷമാണ്. ഇപ്പോഴും നമ്മൾ മലയാളം പറയത്തില്ല, കാരണം നമ്മുടെ മുട്ടിടിക്കും. കാരണം ഇത് അങ്ങനെയാണ്, നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ്.
അതാണ് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. നമ്മുടെയൊക്കെ മൊത്തത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്റ്റിഗ്മ ആ സാധനം അങ്ങനെയാണ്. കാരണം ഇത് അത് പച്ചയ്ക്ക് മാത്രമല്ല, പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു അല്ല പോകുമെന്നാണ് നമ്മൾ അല്ല എനിക്ക് വിചാരിക്കുന്നത്. തോന്നുന്നത് ഈ പാനലിൽ സമൂഹം ഇത്രയും കേൾക്കുന്നോണ്ട് ധൈര്യമായിട്ട് സംസാരിച്ച മാത്രമല്ല കേട്ടോ. ആളുകളൊക്കെ തന്നെയും ഇംഗ്ലീഷിലാണ് ഇതൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുള്ളത്, മലയാളത്തിലല്ല. നമ്മൾ എന്താണ് വായിക്കുന്നത് ആ വാക്കുകളാണ് നമുക്ക് വരിക. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് യോനി അല്ലെങ്കിൽ ഇപ്പൊ എന്താ പെനിസ് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കേൾക്കുള്ളൂ. പിന്നെ നമ്മൾക്ക് ഇംഗ്ലീഷ് വായിക്കുന്നതുകൊണ്ട് നമ്മളിത്തിരി കംഫർട്ടബിൾ, കാരണം അതിലത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടേംസ് ആണ്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെർമിനോളജി മലയാളത്തിൽ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. പിന്നെ ഈ പറഞ്ഞു വരുന്ന പാരലൽ ആയിട്ടുള്ള ഇതൊക്കെ ഏത് രീതിയിലും വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. പലതരം മീനിങ്ങുകൾ ഉണ്ട്. അപ്പൊ നമുക്കത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല സമൂഹം കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് മാത്രമൊന്നല്ല നമ്മൾ അങ്ങനെ പറയാത്തത്. ഇപ്പൊ എന്റെ പാർട്ട്ണർ അങ്ങനെ പറയണത് എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ പോലും ഞങ്ങളുടേതായ വേർഡ്സ് ഉണ്ട്. അതല്ലാതെ ഇങ്ങനെ ഈ തെറിവാക്കുകൾ ഉപയോഗിച്ചാൽ എനിക്കെന്തോ ഇറിറ്റേഷൻ ആണ്, എനിക്കത് ഇഷ്ടമല്ല. അതാ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ശീലിച്ചു പോന്നോണ്ടാണോന്ന് അറിയില്ല. സമൂഹം എക്സാക്ട്ലി. ഞാൻ ഈ പറഞ്ഞത് ഞാൻ വളരെ ആരും പേഴ്സണൽ ആയിട്ട് കേൾക്കാത്ത പോലെ പറഞ്ഞതല്ല. ആ ഞാൻ പറഞ്ഞത് ഞാനിത് See, എൻജോയ്